ഞാൻ ഈ കാര്യം ഒരു എപ്പിസോഡിലെ കാര്യം മൊത്തം പറയുന്നുണ്ട് എൻ്റെ വീഡിയോ വന്നിട്ട് കുറച്ച് ലെങ്ത് കൂടുതൽ. ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇനി ഞാൻ വീഡിയോ 2 വീഡിയോ ആക്കിയിട്ടിടണം. ഇപ്പം എന്ത് ചെയ്യാനാക്കുന്നു? ഇതെല്ലാം പറയുമ്പോൾ അങ്ങനെ ആവുന്നു. പിന്നെയാണ് ഹൈജിൻ്റെ കാര്യത്തിൽ ലാലേട്ടനാണ് ജാസ്മിനെ പിടിച്ചു ചെരുപ്പിടാത്ത കാര്യം. അപ്പോൾ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വീട്ടിനകത്ത് ചെരുപ്പിടത്തില്ല എന്ന് പറയുന്ന ശരി, ബാത്റൂമിൽ പോയാലും ചെരുപ്പിടത്തില്ല. ജാസ്മിൻ അതിൻ്റെ കാര്യം പറയുന്നത് ജാസ്മിൻ്റെ കാല് പിടിച്ച് കീറിയിരിക്കുന്നു, അതുകൊണ്ട് ചെരുപ്പിടത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ലാലേട്ടൻ പറയും ഇത്രയും പേരുള്ള വീടല്ലേ, ഇത്രയും പേര് യൂസ് ചെയ്യുന്ന ബാത്റൂം അല്ലേ, അപ്പോൾ അവിടെ ചെരുപ്പിടേണ്ടതാന്നുള്ള അത് നിങ്ങൾ വീട്ടിലിടത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ജാസ്മിനാണ് ചെരുപ്പിടാത്തെന്ന് പറയുമ്പോൾ ഇപ്പം ഇതുമാതിരി ചെരുപ്പിടാത്ത വേറെ അല്ലോ. അപ്പോൾ ജാസ്മിൻ പറയുന്നത് വേറെ ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ ചോദിച്ചു വരുമ്പോൾ ഗബ്രി ചെരുപ്പിടുന്നില്ല, ബാത്റൂമിൽ പോയാലും ചെരുപ്പിടുന്നില്ലെന്ന് പറയുന്നു. പിന്നെ ആ കൂട്ടത്തിൽ നോറയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർ 3 പേരും ഉണ്ട്. ഇപ്പം വന്ന് സ്റ്റോർ റൂമിലാണെങ്കിൽ ജാസ്മിന് ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജാസ്മിന് പ്രത്യേക തരം ഒരു ചെരുപ്പാണ്. നീ കാല് വീണ്ടും കീറിയിരിക്കുന്നുണ്ട്, അതിന് പറ്റിയ ചെരുപ്പാണ്. അപ്പോൾ അത് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അതിപ്പം ജാസ്മിന് കൊടുത്തു. പക്ഷേ ഇപ്പോഴറിയുന്നത് നോറയും ഗബ്രിയും ചെരുപ്പിടത്തില്ലെന്ന്. ഇപ്പോൾ അവർക്കുള്ള ചെരുപ്പ് വന്നിട്ടില്ല. അപ്പം ജാസ്മിന് മാത്രം കൊടുത്ത് അവർക്കുള്ളത് ഇനിയും അവിടെ കൊടുത്തു വിടുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതോടൊപ്പം തന്നെ പിന്നാണെങ്കിൽ നമ്മുടെ നോറയാണെങ്കിൽ ജിൻഡോയുടെ കാര്യം, ജിൻഡോയ്ക്ക് വൃത്തിയില്ല എന്നുള്ള കാര്യം വന്നത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം അവിടെ പ്രശ്നമുണ്ടായി. ജിൻഡോ ആണെങ്കിൽ ഞാനത് പറയാം, നിങ്ങളൊന്നും എന്നെ ഒന്നും കുറ്റം പറയണ്ട. ജിൻഡോ അറിയാതെ അങ്ങോട്ട് ഒരു വഴി വിട്ടുപോയി അവിടെ നിന്ന് പറയുന്നു. അപ്പോൾ അതാണെങ്കിൽ അത് ഇതൊരു വലിയ തെറ്റാണെന്ന് ചോദിച്ചാലല്ല. ഇത് വന്നിട്ട് ഇത് മനുഷ്യരല്ല, ശരീരത്തിൽ ഗ്യാസ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം ഞാനതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ജിൻ്റെ വളി വിട്ടത് ആ വീടിനകത്ത് മൊത്തം ഒരു വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നോറയാണെങ്കിൽ ഇങ്ങനെ വൃത്തികേടൊക്കെ കാണിക്കും, അതായതാണ്. അപ്പോൾ എന്താ അപ്പം ലാലേട്ടൻ വരും ഭയങ്കരമായിട്ട് അങ്ങ് ചിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്താന്ന് അതിൻ്റെ കാര്യത്തിൽ ഇപ്പം ജിൻഡോ പറയുന്നു ലാലേട്ട അത് എനിക്കങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, ഗ്യാസിൻ്റെ അസുഖം ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് ശരിയല്ലേ, നിറയെ പേർക്കും ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇത് ഗ്യാസിൻ്റെ പ്രശ്നം. ഗ്യാസ് ആണെങ്കിൽ തലയിൽ വരെ കയറിയിരിക്കുമെന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കയറി, നെഞ്ചിൽ തലയിലൊക്കെ ഉണ്ടാവും. ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ലാലേട്ട എനിക്ക് എന്നുള്ള കാര്യം തന്നെ ജിൻഡോ പറയുന്നുണ്ട്. അങ്ങനെ ജിൻഡോയ്ക്കും വന്നിട്ട് സ്റ്റോർ റൂമിൽ ഗ്യാസിനുള്ള മരുന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിൻഡോയ്ക്കും അതെടുത്ത് കൊടുത്തു. അപ്പോൾ ആ ജിൻഡോയുടെ ആ പ്രശ്നവും പരിഹരിച്ചു, ജാസ്മിൻ്റെ ചെരുപ്പിൻ്റെ പ്രശ്നവും പരിഹരിച്ചു. വേറെ എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ചെരുപ്പിടാത്തതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ജിൻഡോ പറയുന്നു പറ്റത്തില്ല, ഈ ചെരുപ്പ് കാലിൽ ബാത്റൂമിൽ പോയിട്ട് ആ കാല് വെച്ച് വന്ന് ഇരിക്കുന്ന സോഫയിലൊക്കെ കാല് കയറ്റി വെച്ചിട്ടൊക്കെ ഇരിക്കും, അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല, ഒന്നീ ചെരുപ്പ് ഇട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ജാസ്മിൻ ആ ചെരുപ്പ് കൊണ്ടുവന്ന് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ലാലേട്ടനാണെങ്കിൽ ഇപ്പം ജാസ്മിനോട് കർശനമായിട്ട് പറഞ്ഞു ഇനി ഇത് പറയിപ്പിക്കരുത്, ഇത് ലാസ്റ്റ് വാണിങ്ങാ, മൈക്ക് ഇനിയും ധരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പോഴത്തേന് ജാസ്മിൻ്റെ പാവം ജാസ്മിൻ ലാലേട്ടാ ഞാൻ മൈക്ക് ഞാൻ ഒത്തിരി നാളായി ഞാൻ മൈക്കൊന്നും ഇടാതിരുന്നിട്ടില്ല, അതായതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറയുന്നു. അപ്പോഴത്തേനും ലാലേട്ടനാണ് ഒന്നും വേണ്ടാതെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്താണെന്ന് ഇപ്പോൾ കൂടെ ജാസ്മിൻ മൈക്ക് മറന്നിട്ടല്ലേ വന്നത്. അപ്പം അങ്ങനെ ഉള്ള സന്ദർഭത്തിലും ഒത്തിരി നാളായി കഴിഞ്ഞ ഒരാഴ്ചയോളം ഒരാഴ്ചയായി ഞാൻ മൈക്കൊന്നും മറന്നിട്ടേ ഇല്ലായിരുന്നു ലാലേട്ട, ഇതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടൻ പറഞ്ഞു ഇപ്പോൾ കൂടെ ഇതല്ലേ ജാസ്മിൻ ചെയ്തത്, എനിക്കിനി ഇതൊന്നും കേൾക്കണ്ട, ഇനി വന്ന് ഇത് ലാസ്റ്റ് വാണിങ്, ഇനി ഇതിൻ്റെ അപ്പുറം ഒരു ഇതില്ല, ഇനി ആരെ കൊണ്ടേലും മൈക്കിടാൻ പറയിപ്പിച്ചാൽ ഇനി വന്ന് പണിഷ്മെൻറ്റ് വേറെ ആയിരിക്കും, അതുകൊണ്ട് ലാസ്റ്റ് വാണിങ്, അത് മൈക്ക് ധരിച്ചേ പറ്റത്തുള്ളൂ, ഇവിടെ ഇതിനൊരു കൺസെഷനും ഇനി ഇവിടെ ഇതില്ല എന്ന് പറഞ്ഞു. അതിനാണെങ്കിൽ ജാസ്മിനാണെങ്കിൽ നല്ല മെഴുകി ജാസ്മിനും നന്നായിട്ട് അതിൻ്റെ കാര്യത്തിൽ നല്ല മെഴുകിക്കൊണ്ടിരുന്നു ജാസ്മിനെ. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ പറഞ്ഞു അതിൻ്റെ പണിഷ്മെൻ്റായിട്ട് അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ഡയറക്റ്റായിട്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു. അങ്ങനെ പണിഷ്മെൻറ്റ് കിട്ടി. അപ്പോൾ ലക്ഷറി ബഡ്ജറ്റ് കട്ട് ചെയ്യണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു വേണ്ട, അത് വേണ്ടെന്ന്. പിന്നെ ഈ നോമിനേഷനകത്ത് ഇട്ടു. ഇതിന് ശേഷം നമ്മുടെ നോറയ്ക്കാണെങ്കിൽ അടങ്ങിയിരിക്കാൻ വയ്യ. നോറയാണെങ്കിൽ പിന്നെ ഈ ജിൻഡോയുടെ കുറ്റം കണ്ടുപിടിക്കുക. എന്നിട്ട് ജിൻഡോയാണെങ്കിൽ ബാത്റൂമിനകത്ത് ഈ വെള്ളം കുടിക്കുന്ന കുപ്പി എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നു. ജിൻഡോ പറയുന്നു ഞാൻ എടുത്തുകൊണ്ട് പോകും, എന്താണെന്ന് വെച്ചാൽ ഞാനത് വെളിയിൽ വെച്ചാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ എൻ്റെ കുപ്പി എനിക്ക് അത് കിട്ടത്തില്ല. അപ്പം അങ്ങനെ പറയുന്നു ജിൻഡോ. ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോകുന്ന അതുകൊണ്ട് അതിന് വേണ്ടിയാണെന്ന് ബാത്റൂമിനകത്ത് കൊണ്ടുവെക്കുന്നത്, ഞാനത് ചെയ്യുന്ന അതുകൊണ്ടാണ്, തിരിച്ചു വരുമ്പോഴത്തേനും എൻ്റെ കുപ്പി കിട്ടത്തില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നു. ഇപ്പോൾ ആണെങ്കിൽ ലാലേട്ടൻ
ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നു. ആ സമയത്ത് ലിവിങ് ഏരിയയിൽ എല്ലാവരും ഇരിപ്പുണ്ട്. അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് പറയുന്നു അവർക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് മെയിനായിട്ട് ശ്രീരേഖയാണ് പറഞ്ഞത്. അവയവദാനത്തിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം ശ്രീരേഖ പറയുന്നു ശ്രീരേഖയ്ക്ക് അവയവം ദാനം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ഒരു വേദിയിൽ, അതായത് ഈ ബിഗ് ബോസ് വേദിയിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നു. രേഖയെ പോലെ തന്നെ മറ്റു കണ്ടസ്റ്റൻസിൽ പലർക്കുമേ അവയവം ദാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് അവിടെ പറയുന്നത് അവർക്കൊരു വലിയ കാര്യമായിട്ട് തോന്നിയോണ്ട് പറഞ്ഞു. അപ്പോഴത്തേനും ലാലേട്ടൻ പറഞ്ഞാൽ അത് സമയമുണ്ട്, പിന്നെ നമ്മൾക്കത് എന്താണെന്ന് നോക്കാം, അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ അയക്കാം, അത് എല്ലാവർക്കും തരാം, അത് ഫില്ല് ചെയ്തൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അത് ഒക്കെ സംസാരിച്ചു, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ എവിക്ഷൻ്റെ കാര്യങ്ങൾ, എവിക്ഷൻ അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ശ്രീരേഖ ഉണ്ടായിരുന്നു, ശരണ്യ, അൻസിബ, ശ്രീതു നോമിനേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ടുള്ളത് കൊണ്ട് ശ്രീതു അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ ഋഷി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ ആർക്കുമേ വീട്ടിൽ പോകണമെന്ന് ഇല്ല, ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കണമെന്ന് തന്നെയാണ്. പിന്നെ പ്രേക്ഷകർ വന്നിട്ട് എന്താ തീരുമാനിക്കുന്നത്, വോട്ടൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഓക്കെ, അത് പ്രേക്ഷകരുടെ തീരുമാനം അനുസരിച്ച് അവർക്ക് ചെയ്തല്ലേ പറ്റൂ വെളിയിൽ പോകാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു നിൽക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഏതായാലും ഈ ഒരു കൺസെഷൻ ഉണ്ട് ഈ ആഴ്ച, അതുകൊണ്ട് നോമിനേഷൻ ഇല്ല. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ജാൻമണിയാണെങ്കിൽ എവിക്റ്റായി. അപ്പം ആ കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്താണെന്ന് എൻ്റെ ഈ വീഡിയോക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്, ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി എല്ലാ കാര്യവും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ നമ്മളെല്ലാ കാര്യം പറയുമ്പം ലെങ്ത് കൂടുന്നു. ഇപ്പം തന്നെ ഞാൻ വളരെ എനിക്ക് പറ്റുന്ന സ്പീഡിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് എങ്ങനെ പറഞ്ഞാലും ലെങ്ത് കൂടുക. ഞാൻ വളരെ ചുരുക്കിയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഒരുപാട് ലെങ്ത് ആണെങ്കിൽ ഞാൻ ഈ വീഡിയോ രണ്ടായിട്ടേ ഇടത്തുള്ളൂ കേട്ടോ. കാര്യം നിങ്ങൾക്കും കാണേണ്ട ഒരു സൗകര്യം കൂടെ നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഈ ജാൻമണി ആണെങ്കിൽ ഇന്നലെ എവിക്റ്റായി. അതൊരു ടാസ്കിൽ കൂടെയാണ് ഈ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഈ നോമിനേറ്റ് ആയവരെ എല്ലാം വെച്ചിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെയാണ് അങ്ങനെ ജാൻമണി എവിക്റ്റ് ആയത്. അപ്പം ജാൻമണി പുറത്തായ സമയത്ത് ഭയങ്കരമായിട്ട് കരയുമായിരുന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നെ വല്ലാത്തൊരു ഇതായിരുന്നു, അവർക്ക് പോകാൻ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ അപ്പോൾ അവരാണെങ്കിൽ എന്നിട്ട് തിരിച്ച് ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരോടും കരഞ്ഞ് വിളിച്ച് യാത്ര പറഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ ഒരു കണ്ടസ്റ്റൻസും ഇങ്ങനെ ചോദിച്ചതായിട്ട്, ലാലേട്ടൻ്റെ മുമ്പിൽ ചോദിച്ചതായിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് പോകാൻ ഇഷ്ടമല്ല, അവിടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന്. അപ്പം ലാലേട്ടൻ പറയുന്നു അങ്ങനെ പറ്റുമോ ജാൻമണി, നമ്മളെപ്പോഴായാലും ഇവിടുന്ന് പിന്നെ വോട്ടില്ലെങ്കിൽ പുറത്ത് പോകേണ്ടതല്ലേ, എല്ലാവരും പുറത്ത് പോകേണ്ടതല്ലേ, അങ്ങനെ പറയുന്നു. അപ്പോൾ എന്താണ് അവർ ഈ സമനില ഒരുമാതിരി ആയ പോലെ. കാര്യം അവർക്ക് ആ ഒരു നമ്മളെ ചില സന്ദർഭത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏതോ ഒരവസ്ഥയെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോഴേ നമ്മൾ എന്താ ചെയ്യുന്നത് ഏതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ച് പോകാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരവസ്ഥ. ആ ഒരവസ്ഥയിൽ നമ്മൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് പോലും അറിയാത്തൊരു സാധിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ സാധിക്കാത്ത കാര്യം നമ്മൾ അപേക്ഷിക്കുന്ന മാതിരിയൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകും. അതൊരു വല്ലാത്ത സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഫീലിംഗ്, ഒരു മാനസിക നിലയിലായിരുന്നു ഇന്നലെ ജാൻമണിന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജാൻമണി അതിനകത്ത് നിന്നിട്ട്, ഒരുപാട് നമ്മൾക്ക് പ്രേക്ഷകർക്കും അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനും ഒക്കെ ഇഷ്ടമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അതിൽ എല്ലാവരുമേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ എന്തോ ഇങ്ങനെ പുറത്ത് പോകുന്നെന്ന് പറയുമ്പോഴേ അവർക്കും ഉള്ള വിഷമം, അതേപോലെ തന്നെ നമ്മൾക്കും അത് കാണുമ്പോൾ അവരുടെ ആ വിഷമത്തിലൊരു പങ്ക് ചേർന്ന് പോകും. നമ്മൾ മനുഷ്യരാണല്ലോ, അത്ര ദുഷ്ടതയൊന്നും നമ്മുടെ മനസ്സിന് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു, എനിക്ക് വളരെ സങ്കടം തോന്നി. പിന്നെ ഇന്നലത്തെ ഇതിൽ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എവിക്ഷനൊന്നുമില്ല. അപ്പം അങ്ങനെ അവർക്കെല്ലാം സമാധാനം